അവിടെ ഹണി റോസിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതേ, അമ്പലത്തിലൊക്കെ ഈ സപ്താഹത്തിനൊക്കെ വിളക്ക് കൊടുത്താൽ നമ്മളെ വിളിക്കുന്നു. അവിടെ ഹണി റോസിനെ കയറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സത്യമായിട്ട് ഈ മുമ്പിൽ നിൽക്കുന്നവരെല്ലാവരും പഴയ ഒരു പുതിയ ആളുകളെ ഒന്നും കാണാനൊക്കെ. മലയാള സിനിമയുടെ മദിരാശി പട്ടണകാലത്തേക്ക് ചൂളം വിളിച്ച് 80 മദ്രാസ് മെയിൽ ഓർമ്മ തീവണ്ടിയായി. കോടമ്പാക്കവും സാലിഗ്രാമവും വടപളനിയുമൊക്കെ സുഗന്ധമുള്ള ഓർമ്മകളായി മുല്ലപ്പൂക്കൾ ചൂടി നിന്ന പകൽ. 80കളിലെ മലയാള സിനിമാ താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ 80 മദ്രാസ് മെയിലാണ് പഴയകാല സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ആശയത്തിൽ ഉടലെടുത്ത ഈ പുനഃസംഗമത്തിന്റെ 3ാം എഡിഷനായിരുന്നു നെടുമ്പാശ്ശേരിയിലെ സാജ് എർത്ത് ഹോട്ടലിൽ നടന്നത്. എല്ലാവരെയും കാണുന്നതിന് സന്തോഷമുണ്ട്. എത്ര കാലം ഇരിക്കുന്നു. പഴയ സിനിമകളുടെ ഓർമ്മകൾ പങ്കിട്ട് ചിരിച്ചും തങ്ങളിലെ കാരണവന്മാർക്ക് ആദരമർപ്പിച്ചും ആവശ്യമുള്ളവർക്ക് സഹായങ്ങൾ നൽകാൻ ഒരുക്കങ്ങൾ നടത്തിയുമായിരുന്നു സംഗമം. പഴയ ഓർമ്മകൾ പങ്കുവച്ചും വിവിധ മത്സരങ്ങൾ നടത്തിയും അവർ സിനിമാ ഓർമ്മകളിലേക്ക് മടങ്ങിയെത്തി. കുഞ്ചനും മണിയൻപിള്ള രാജുവുമായിരുന്നു രസച്ചരടിന്റെ ചുക്കാൻ പിടിച്ചത്. നടൻ രവികുമാറിനെ അനുസ്മരിച്ചാണ് ചടങ്ങുകൾ തുടങ്ങിയത്. കഴിഞ്ഞ തവണ സജീവമായി പങ്കെടുത്തിരുന്നു രവികുമാർ. സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ മദ്രാസിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് 80 മദ്രാസ് മെയിൽ എന്ന കൂട്ടായ്മയ്ക്ക് പേര് നൽകിയത്. പേരുപോലെ തന്നെ ഇപ്പോഴും പലരും ഈ കൂട്ടായ്മയ്ക്കായി എത്തിയത് ആ പഴയ മദ്രാസിൽ നിന്ന് തന്നെ. അതായത് ആ പടത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ജയൻ ആദ്യം അഭിനയിച്ചത് എൻ്റെ കൂടെയാണ്. നമ്മൾ മരിച്ചുപോയി. ഇപ്പം അടുത്ത കാലത്ത് നമ്മളെല്ലാം വിട്ടുപോയി രവികുമാറിൻ്റെ അച്ഛനെടുത്ത പടമായിരുന്നു ആ പടം. അതിൽ തമാശ എന്ന് വെച്ചാൽ രവികുമാർ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു, ഇത് നമുക്ക് ഒന്ന് എൻ്റെ അച്ഛൻ പടം എടുക്കുന്നത്. ഞാനായിരുന്നു ആ പടത്തിലെ ഹീറോയിൻ. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടീനടന്മാർ, സംഗീത സംവിധായകർ, നിർമ്മാതാക്കൾ, സംവിധായകർ, ഗായകർ, സാങ്കേതിക പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം സംഗമത്തിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, നീ ഒരു വലിയ കലാകാരിയാകാനുള്ള മട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ ഇങ്ങനെ കളിച്ചും തിരിച്ചും പറഞ്ഞു. ആൾ ഇന്ത്യ റേഡിയോയിലെ ബാലലോകത്തിലെ ചെറിയ കുട്ടിയായിരുന്നു. ആ ബാലലോകത്തിൽ എനിക്ക് അവിടെ നിന്ന് അവിടെ ആദ്യകാല നിർമ്മാതാവും സംവിധായകനുമായ RS പ്രഭുവിൻ്റെ 95ാം ജന്മദിന കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഭാർഗവി നിലയം ഉൾപ്പെടെ മലയാള സിനിമയുടെ ഗതി നിർണയിച്ച സിനിമകളുടെ നിർമ്മാതാവാണ് പ്രഭു. സംവിധായകൻ P. ചന്ദ്രകുമാർ RS പ്രഭുവിൻ്റെ സിനിമാ ചരിത്രം അനുസ്മരിച്ചു. ആദ്യകാല നായിക നടിയായിരുന്ന വഞ്ചിയൂർ രാധയെ വിധുബാലയും ശ്രീമൂലനഗരം മോഹനും ചേർന്ന് ആദരിച്ചു. ശ്രീലത നമ്പൂതിരിയെ സംവിധായകരായ കമൽ, K. മധു, അനുപമ മോഹൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. സത്യമായിരിക്കും. അതുകൊണ്ട് ഇത്രയും പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് ഭാസ്കരൻ്റെ ഒറ്റ ഒരാൾ കാരണമാണ്. അതുകൊണ്ട് കുറേ ചീത്ത പേരും കിട്ടും. എനിക്കതിൽ ഒരു വിഷമമില്ല. കാരണം അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരില്ല, ആരും ചോദിക്കാനുമില്ല. കേട്ടോട്ടെ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ബാഹ്യശക്തികളുടെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഈ ഒരു പേരുണ്ട്. അപ്പം കുതിരവട്ട പപ്പിനോടൊക്കെ അഭിനയിച്ചില്ലപ്പം അപ്പം വളരെ ഭവ്യതയോട് കൂടി വരൂ അപ്പം ഈ ബാസിച്ചേട്ടൻ ഞാൻ മാളയോടൊക്കെ അഭിനയിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കും, എന്തായിരുന്നു അവർ വല്ല പുതിയ സീനും വല്ലതും എഴുതി ചേർത്തോ, എന്തായിരുന്നു ഡയലോഗ്, അതൊക്കെ ബാക്കിയുള്ളവരുണ്ടാക്കണം. എന്തായാലും മദ്രാസിലെ അങ്ങനത്തെ ഒരു ജീവിതം വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രോഗ്രാമോ പരിപാടികളൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ഹണി റോസിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സത്യമായിട്ടും അല്ല, ഞാൻ പറഞ്ഞതേ, അമ്പലത്തിലൊക്കെ ഈ സപ്താഹത്തിനൊക്കെ വിളക്ക് കൊടുത്താൽ നമ്മളെ വിളിക്കുന്നു. അവിടെ ഹണി റോസിനെ കയറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സത്യമായിട്ടും. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ. ശാന്തികൃഷ്ണയ്ക്ക് ഇത് ആദ്യ കൂട്ടായ്മയായിരുന്നു. കാതോട് കാതോരം എന്ന ഗാനം ലതിക ആലപിച്ചപ്പോൾ തൻ്റെ ഹിറ്റ് വെള്ളിച്ചില്ലം വിതറി കൃഷ്ണചന്ദ്രനും സ്മൃതികളെ പിന്നോട്ട് കൊണ്ടുപോയി എന്നെ എല്ലാവരും മറന്നുവെന്നാണ് താൻ കരുതിയെന്ന് സംവിധായകൻ KS ഗോപാലകൃഷ്ണൻ നിരുദ്ധകണ്ഠനായി പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളും മൗനത്തിലായി.
നടൻ ജനാർദ്ദനനെ സംവിധായകനായ ഭദ്രൻ, രാജസേനൻ, നടൻ ജോസ് എന്നിവർ ചേർന്ന് ആദരിച്ചു. സംഗമത്തിൽ എത്താൻ കഴിയാതിരുന്ന ഡയറക്ടർ ജോർജ് കിത്തു, പോൾ നാരക്കൽ എന്നിവർക്ക് വേണ്ടിയും ബന്ധുക്കൾ ആദരമേറ്റുവാങ്ങി. തമ്പോല, ബിങ്കോ ഗെയിംസ് കളികൾ പഴയ സിനിമാകാലത്തെ സെറ്റുകളിലെ ഇടവേളകളിലെ ഓർമ്മകൾ പുതുക്കി. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭമായോണ്ടാണ് ഊണിക്ക് പോകുന്നു. ഏതായാലും ഈ മുമ്പിൽ നിൽക്കുന്നവരെല്ലാവരും പഴയ ഒരു പുതിയ ആളുകളെ ഒന്നും കാണാനൊക്കെ പിന്നെ ഒരു കൊച്ചു പെൺകുട്ടിയായിട്ട് തോന്നുന്നത് ശാന്തയാണ്. ആദ്യകാല സിനിമാ നിർമ്മാതാവ് സാജൻ വർഗീസ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, നടി മേനക തുടങ്ങിയവർ മധുരമുള്ള ഓർമ്മകൾ പങ്കിട്ടു. തൻ്റെ പല സിനിമകളുടെയും നിർമ്മാതാവുമായ സാജനെ സംവിധായകൻ ജോഷി ആദരിച്ചു. ജോഷിയുടെ വീട് പണിയാൻ പൈസ തികയാതിരുന്നപ്പോൾ 6 ലക്ഷം രൂപ കാറിൻ്റെ ഡിക്കിയിൽ കെട്ടിവെച്ച് സാജൻ നൽകിയ കഥ ഭദ്രൻ അനുസ്മരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.